നാം അറിയേണ്ട മഴക്കാല ആരോഗ്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു ഡോക്ടർ സിബിൻ കെ പ്രസാദ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, പൊതുവായി നമ്മൾ മഴക്കാലത്ത് കേൾക്കുന്ന ഒരു കാര്യം ഇൻഫ്ലുവൻസ. എന്താണ് ഇൻഫ്ലുവൻസ? ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് ഒരു വൈറൽ പനിയാണ്. ഇൻഫ്ലുവൻസ പനി എന്ന് പറയുന്നത് ഒരു വൈറൽ പനിയാണ്. പണ്ട് കാലത്ത് ഒരു പാൻഡമിക് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് 5000 പേരോളം മരിച്ച ഒരു രോഗമായിരുന്നു ഇൻഫ്ലുവൻസ വൈറസ്. ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് ഓർത്തോമിക്സോ വൈറസ് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പിനകത്തുള്ള ഒരു വൈറസ് ഗ്രൂപ്പാണ്. അതിൻ്റെ അകത്ത് ഇൻഫ്ലുവൻസ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. നേരത്തെ പക്ഷികളിലും മൃഗങ്ങളിലും കണ്ടുകൊണ്ടിരുന്ന രോഗമായിരുന്നു ഈ ഇൻഫ്ലുവൻസ വൈറസ്. ഇപ്പോൾ നമ്മുടെ ആളുകളിൽ മനുഷ്യ ശരീരത്തിലും കാണാറുണ്ട്. ഓരോ വർഷവും പല രീതിയിലാണ് ഇൻഫ്ലുവൻസ വരാറുള്ളത്. ഇൻഫ്ലുവൻസ പെട്ടെന്ന് വരുമ്പോൾ രോഗികൾ വരുന്നത് പെട്ടെന്നുള്ളൊരു തലവേദന, തൊണ്ടവേദന, തൊണ്ടയ്ക്ക് കരകരപ്പ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ, പെട്ടെന്നുള്ള പനിയുമായിട്ടായിരിക്കും രോഗികൾ വരുന്നത്. ചെറിയ കുട്ടികളിൽ ഡീഹൈഡ്രേറ്റഡ് ആകാറുണ്ട്. അത് വോമിറ്റിംഗ് ആവാം, അല്ലെങ്കിൽ ലൂസ് മോഷൻ മാതിരിയുള്ള രോഗാവസ്ഥയിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. വലിയ ആളുകളിൽ കൂടുതലായിട്ടും കാണുന്നത് തലവേദന മാതിരിയുള്ള ചെറിയ ഇൻഫെക്ഷൻ മാതിരി തുടങ്ങിയിട്ട് കടുത്ത പനിയിലേക്ക് പോകാറുണ്ട്. ഡോക്ടർ നേരത്തെ പറഞ്ഞത് തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളോടെ തുടങ്ങും. കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് സിവിയറായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് അറിയാൻ കഴിയും. ശരിക്കും ആ ഒരു ചെറിയ ബുദ്ധിമുട്ടിൽ തുടങ്ങുന്ന ഈ ഒരു ഫ്ലൂ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസയുടെ ഈ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഫ്ലൂവിൻ്റെ പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ ഇൻഫ്ലുവൻസ വൈറസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ പനി വന്നതിന് ശേഷം സെക്കൻഡറി ഇൻഫെക്ഷൻ വരാറുണ്ട് ചില ആളുകളിൽ. അവരിൽ പ്രധാനമായി കാണുന്നത് ന്യൂമോണിയ പരമായിട്ടുള്ള പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻസുകളാണ്. ചില ആളുകളിൽ സൈനസൈറ്റിസ് എന്ന് പറയും, തുമ്മൽ, തലവേദന അതുമാതിരിയൊക്കെ തുടങ്ങിയിട്ട് സൈനസൈറ്റിസിലേക്ക് എത്താറുണ്ട്. ചിലർക്ക് ഓട്ടൈറ്റിസ് എക്സ്റ്റർണ, അതായത് ചെവിയിലുള്ള ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അല്ലെങ്കിൽ ആസ്മ, COPD എന്നുള്ള രോഗികൾക്ക് ഇത് വഷളാകാറുണ്ട്. ഉള്ള രോഗം വഷളാകാറുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്. പക്ഷേ റെയറായിട്ട് മെനിഞ്ചൈറ്റിസിലെ എൻകെഫലൈറ്റിസ് പരമായിട്ട് രോഗങ്ങൾ വരാറുണ്ട്. മെനിഞ്ചൈറ്റിസ്, എൻകെഫലൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന ഇൻഫെക്ഷൻസ് വരെ വരാറുണ്ട്. അതാണ് പ്രധാനപ്പെട്ട മെയിൻ കോംപ്ലിക്കേഷൻ. പക്ഷേ ഈ എൻകെഫലൈറ്റിസ് ഒക്കെ വളരെ റെയറായിട്ട് മാത്രമേ കാണാറുള്ളൂ രോഗികൾ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നവർക്കോ അല്ലെന്നുണ്ടെങ്കിൽ അലർജറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനോ ഒക്കെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് വരാറുണ്ട്. ഈ കോംപ്ലിക്കേഷൻസ് പ്രധാനമായി കാണുന്നത് 65 വയസ്സിന് മുകളിലുള്ളവർക്കോ അല്ലെങ്കിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉള്ള ആളുകൾ, മാലിഗ്നൻസി, ക്യാൻസർ പരമായിട്ടുള്ള രോഗികൾ, വീട്ടിൽ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഡയബറ്റിക് അല്ലെങ്കിൽ ഹൃദയരോഗമുള്ളവർ, അവരൊക്കെയാണ് കൂടുതലായിട്ട് ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ സാധ്യത. ഇപ്പോൾ നമ്മൾ കാണാറുള്ള കാര്യം എന്ന് വെച്ചാൽ കൂടുതലും പകർച്ചവ്യാധിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇതെങ്ങനെയാണ് ഡോക്ടർ പകർന്ന് മറ്റുള്ളവരിലേക്ക് കൂടുതലായിട്ട് എത്തുന്നത്? ഇൻഫ്ലുവൻസ രോഗികൾ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ ഈ ശ്വാസത്തുള്ളികൾ സ്പർശിക്കാറുണ്ട്. ഈ സ്പർശിക്കുന്ന ശ്വാസത്തുള്ളികൾ സാധാരണ ജനങ്ങൾ അത് തൊട്ട് നമ്മുടെ മൂക്കിൽ നമ്മൾ പോലും സംഭവിക്കുന്നത്, നമ്മൾ മൂക്കിൽ തൊടുകയോ അല്ലെങ്കിൽ അത് ശ്വസിക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ രോഗം ബാധിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല ആളുകളടുത്തും മാസ്ക് ഇട്ടുകൊണ്ട് തന്നെ നടക്കാണ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ പബ്ലിക് സ്പേസിലേക്ക് പോകുമ്പോഴും സാനിറ്റൈസർ യൂസ് ചെയ്യുന്നതിനും ഒപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കൈയെല്ലാം അതിന് ശുചിത്വം പാലിക്കേണ്ടതിനെ കുറിച്ചൊക്കെ പറയുന്നത് അല്ലേ ഡോക്ടർ? പൊതുവേ കാണുന്നത് ജനങ്ങൾ ഒരു പീക്ക് ലെവലിൽ എത്തിയതിന് ശേഷമായിരിക്കും ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറാകുന്നത്. ശരിക്കും ഏത് സമയത്താണ് നമ്മളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടത്? നേരത്തെ ഞാൻ പറഞ്ഞത് മാതിരി 65 വയസ്സിന് മുകളിലുള്ളവരും അല്ലെങ്കിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഒന്നെങ്കിൽ ഹൃദയവേദന, അല്ലെങ്കിൽ വിട്ടുമാറാത്ത പനി, അല്ലെങ്കിൽ കുട്ടികളിൽ കാണുന്ന ഭക്ഷണം എടുക്കാതിരിക്കുക, ഫുഡ് കഴിക്കാതിരിക്കുക, ലൂസ് മോഷൻ അല്ലെങ്കിൽ വോമിറ്റിംഗ് പെർസിസ്റ്റന്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ മാറാതിരിക്കുന്ന സാഹചര്യത്തിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതാണ്. പൊതുവെ സാധാരണഗതിയിൽ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിൽ പോയി എന്തെങ്കിലും മരുന്ന്, ടാബ്ലറ്റ് വാങ്ങി കഴിക്കാറുള്ളതാണ്. പക്ഷേ ചികിത്സ എത്ര കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ളൊരു അറിവില്ലായ്മ തന്നെയാണ്. എന്തൊക്കെയാണ് ഡോക്ടർ ചികിത്സാ രീതി, എങ്ങനെയായിരിക്കും? പ്രധാനമായ ചികിത്സാ രീതി വിശ്രമം തന്നെയാണ്. വിശ്രമം, ധാരാളമായി ദ്രാവകങ്ങൾ എടുക്കുക,
പനി വരുമ്പോൾ അല്ലെങ്കിൽ തലവേദന വരുമ്പോൾ പാരസെറ്റമോൾ എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ ശക്തമായ പനി, വിട്ടുമാറാത്ത പനി ഉള്ള സാഹചര്യത്തിൽ ഡോക്ടറെ കാണുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചികിത്സ. ഡോക്ടർ കണ്ടിട്ട് ആൻറ്റിവൈറൽ ഡ്രഗ്സുകളുണ്ട്, ഒസൽട്ടാമിവിർ പോലുള്ള ആൻറ്റിവൈറൽ ഡ്രഗ്സുകൾ, അത് എടുക്കുന്നതും ആദ്യത്തെ 48 മണിക്കൂറിൽ എടുത്താൽ മാത്രമേ അത് പ്രയോജനവുമുള്ളൂ. ഈ ആൻറ്റിബയോട്ടിക് കഴിച്ചത് കൊണ്ട് ഫ്ലൂ ഇൻഫെക്ഷൻ മാറാറില്ല. ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു വൈറൽ പനിയാണ്. വൈറൽ പനിയിൽ ആൻറ്റിവൈറൽ തന്നെയാണ് കൊടുക്കേണ്ടത്. അത് ഒസൽട്ടാമിവിർ മാതിരിയുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അത് 48 മണിക്കൂറിനുള്ളിൽ തന്നെ കൊടുത്താൽ അത്രയും നല്ലത്. പ്രധാനമായും വേണ്ടത് വിശ്രമവും ധാരാളമായി ജലം കുടിക്കുക, ദ്രാവകങ്ങൾ കുടിക്കുക എന്നുള്ളത് മാത്രമാണ്. ഡോക്ടർ, ഈ ഫ്ലൂ എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം? പ്രധാനമായി ഫ്ലൂ വാക്സിനുകളുണ്ട്. എല്ലാ വർഷവും എടുക്കുന്നതാണ് ഈ ഫ്ലൂ വാക്സിനുകൾ. ബൂസ്റ്റർ ഡോസായിട്ടും നമ്മൾ എടുക്കാറുണ്ട്. എല്ലാ വർഷവും എടുക്കാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും അതിന് DNA മാറ്റങ്ങൾ വരാറുണ്ട് വൈറസിൻ്റെ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും ഫ്ലൂ വാക്സിൻ എടുക്കുന്നത്. അത് പ്രധാനമായി എടുക്കുന്നത് മെഡിക്കൽ ഫീൽഡിലുള്ള, ഈവൻ ഞാൻ തന്നെ ഇപ്പോൾ ഫ്ലൂ വാക്സിനുകൾ എടുത്തിട്ടുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എടുക്കാറുണ്ട്. അല്ലെങ്കിൽ 65 വയസ്സിന് മുകളിലുള്ളത്, അല്ല 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരെ എടുക്കാവുന്നതാണ് ഈ വാക്സിനുകൾ. വാക്സിൻ മാത്രമല്ല, ഇപ്പോൾ രോഗം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വിശ്രമം എടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വേറൊരു ആളുകൾക്ക് കൊടുക്കാതിരിക്കുക എന്നത് ശ്രദ്ധിക്കുക. ഇനി കൂടെ നിൽക്കുന്ന ആളുകൾ മാസ്ക് ഇട്ട് നിൽക്കുക, കൈകൾ ഇടയ്ക്കിടെ കഴുകുക എന്നുള്ളത് പ്രധാനമായിട്ടുള്ളൊരു. പ്രത്യേകിച്ച് ഇത് ശ്വാസകോശത്തിൽ കൂടാണ് പകരുന്നത് കൊണ്ട് നമ്മൾ മാസ്ക് ഇട്ട് നടക്കുകയും കൈകൾ കഴുകുകയും സാനിറ്റൈസർ ഉപയോഗിക്കുകയും ചെയ്യുന്നു. കോവിഡ് മാതിരി തന്നെ നമുക്കിതിന് അത്ര ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് നമ്മൾ കെയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വരാതിരിക്കാനുള്ള ഒരു കാര്യങ്ങൾ. തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ ഭദ്രമാണ്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും അല്ലെങ്കിൽ പകർച്ചപ്പനി എനിക്കുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാക്സിമം വീട്ടിൽ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നമുക്കും മറ്റുള്ള നമ്മുടെ കൂടെയുള്ള പൊതുജനങ്ങൾക്കും സഹജീവികൾക്കും ഏറ്റവും നല്ലത് അത് തന്നെയായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ നല്ല തിരക്കുള്ള സമയമാണ്. ഡോക്ടർ, അപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അറിവ് പകർന്നതിന് താങ്ക് യു സോ മച്ച്.